നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBS ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ PNC മാഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. AMCS FNCK 3 അലോട്ട്മെൻറ്റുകളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കോളേജിൽ സീറ്റ് എത്രത്തോളം ഫില്ലായി എന്ന് പരിശോധിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിനായിട്ട് നമുക്ക് ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് PNC മാക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി PNC മാക്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രീഗോകുലം കോളേജ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം, വെഞ്ഞാറമൂടുള്ളത്. അതിൽ പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ എത്ര സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്. 35 സീറ്റോളം അഡ്മിഷൻ ആയിട്ടുണ്ട്. 35 വിദ്യാർത്ഥികളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ അകത്തായിട്ടുണ്ട്. നമുക്ക് LBS പരിശോധിച്ച് കഴിയുമ്പോൾ ഈ സെയിം കോളേജ് തന്നെ എടുക്കുക. അതിൽ നമുക്ക് എത്ര സീറ്റ് പരിശോധിക്കാൻ പറ്റും എന്നുള്ളത് വെച്ച് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും കമൻറ്റ് നമ്പറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടികളുടെ പേര്, ഏത് കോട്ടയിലാണ്, എങ്ങനെയാണ് അലോട്ട്മെൻറ്റ്, ട്രയലാണ് വന്നിരിക്കുന്നത്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് LBSൽ 50 സീറ്റോളം ഏകദേശം ഫില്ലായിട്ട് കിടപ്പുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ. ഇനി ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ എത്ര കുട്ടികൾ ജോയിൻ ചെയ്യുന്നുള്ളത് ആഫ്റ്റർ ദാറ്റ് നമുക്കതിന് ശേഷം നമുക്ക് പരിശോധിക്കാം. ഇനി ഇതെങ്ങനെയാണ്, എത്ര സീറ്റോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കോളേജിൻ്റെ പേര് കാണാൻ പറ്റും. അതിനകത്ത് ഇൻടേക്ക് BSc നഴ്സിംഗിൻ്റെ സീറ്റ് 100 സീറ്റാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും LBSൽ 50 സീറ്റും PNC മാക്കിൽ 35 സീറ്റുമാണ് ഫില്ലയക്കണത്. അപ്പോൾ റിമൈനിങ് നമുക്ക് ടോട്ടൽ ബാലൻസ് വരുന്നത് 15 സീറ്റാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും 15 സീറ്റിലേക്കാണ് ഇനി ആ കോളേജിൽ വേക്കൻസി ഉള്ളതും അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ 15 സീറ്റിലേക്കാണ് നടക്കുന്നതും. ഇപ്പോൾ ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായല്ലോ. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ സംശയങ്ങൾക്കോ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്